വാർത്ത പ്രചരിപ്പിച്ച് വെച്ച് ഒരു പുരുഷന്റെ ജീവിതം കംപ്ലീറ്റ്ലി തകർത്തതിന് ശേഷം ഈ പെൺകുട്ടി വന്നിരുന്നിട്ട് പറയുകയാണ്, അയ്യോ എന്നെ അയാൾ ശാരീരികമായിട്ടൊന്നും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, പുള്ളി എന്നെ ചീത്ത വിളിച്ചതാ, പുള്ളി അല്ലെങ്കിൽ എന്നോട് ഈ സെറ്റിലേക്ക് വരരുതെന്ന് പറഞ്ഞതാ. ഇത് എത്ര പേര് പിന്നീട് തിരിച്ചറിയും, എത്ര പേര് യാഥാർത്ഥ്യം തിരിച്ചറിയും? അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉദ്ദേശം സമൂഹത്തിൽ മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കലാണ് എല്ലാ സ്ത്രീകൾക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പോരാടുക. അതിന്റെ അർത്ഥം സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കാനോ പുരുഷന്മാരെല്ലാം കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കാനോ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സിനിമാക്കാരെല്ലാം കുഴപ്പക്കാരാണെന്ന് വർക്ക് ചെയ്യുന്നില്ല. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത് ആ മേഖലയിലെ പുരുഷന്മാർ തന്നെയാണ്. ഇവരാരുമല്ല. ഈ WCC എന്തിന് തുടങ്ങി, WCC എന്തിന് സഞ്ചരിക്കുന്നു, എന്താണ് WCCയുടെ ലക്ഷ്യമെന്നും തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അത് എന്റെ ഉള്ളിൽ വല്ലാണ്ടൊരു പെടച്ചിലുണ്ടാവും. അത്രയേറെ തെമ്മാടിത്തരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന